അമിതമായി മുടികൊഴിച്ചിലുള്ളവരുടെ അറിവിലേക്കായി 5 കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ മുടികൊഴിച്ചിലിനെ കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു സ്ട്രെസ്ഫുൾ ഇവന്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടോ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടോ വളർച്ച മുരടിച്ചു പോകുന്ന മുടികൾ ഒന്നായി കൊഴിയുന്ന ടീലോജൻ എഫ്ലൂവിയമാണോ അതോ കഷണ്ടിയുടെ ഭാഗമാണോ, അതുമല്ലെങ്കിൽ സ്കാൽപ്പിനെയോ ശരീരത്തെയോ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളുടെ ഭാഗമായുള്ള മുടികൊഴിച്ചിലാണോ എന്ന് കൃത്യമായി തിരിച്ചറിയുക. രണ്ടാമത്തേത്, ബ്ലഡ് കൗണ്ട്, സെറം ഫെററ്റിൻ, തൈറോയിഡ് ഹോർമോൺ ലെവൽ, വൈറ്റമിൻ ഡി ലെവൽ എന്നിവ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. മൂന്നാമത്തേത്, സ്കാൽപ്പിലെ താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ചികിത്സിച്ച് കൺട്രോളിലാക്കുക. ഒപ്പം സ്കാൽപ്പിനോട് ചേർന്നുള്ള അമിതമായ കെമിക്കൽ ട്രീറ്റ്മെന്റും ഹീറ്റ് ഉപയോഗവും ഒഴിവാക്കുക. നാലാമത്തേത്, ബയോട്ടിൻ സപ്ലിമെന്റ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, പെപ്റ്റൈഡ്സ് എന്നിവ അടങ്ങിയ ഹെയർ സിറംസ് അല്ലെങ്കിൽ മിനോക്സുകൾ ഏതാണ് ഓരോരുത്തർക്കും അനുയോജ്യമായതെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടെ കണ്ടെത്തി അത് ഉപയോഗിക്കുക. സ്വയം പരീക്ഷണങ്ങൾ ഒഴിവാക്കുക. അഞ്ചാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണം കൃത്യമായി കഴിക്കുക എന്നുള്ളതാണ്. കാരണം ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ നിന്നാണ് ആരോഗ്യമുള്ള മുടി വളരേണ്ടത്. ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.